നമ്മൾ സൈക്യാട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയൊക്കെ അറിയാൻ ന്യൂറോണിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അറിയണ്ടേ. അതായത് നമ്മൾ ന്യൂറോണിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാലും സൈക്യാട്രീനെ കുറിച്ച് പറഞ്ഞാലും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ കാണുന്നതാണ് ഓരോന്നും ന്യൂറോൺ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ, അതായത് ബ്രെയിൻ സെല്ലുകൾ, അതായത് ഇങ്ങനെ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് കൂടിയാണ് ഈ ബ്രെയിൻ എന്ന നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം അതിലെ ഒരു ഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ, വളരെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ പോകുന്ന ന്യൂറോണിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഇത്. അതായത് ഇവിടെ വരെ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും സിംഗിൾ ഫങ്ഷണൽ യൂണിറ്റായ നെർവസ് സെല്ല്, ഇതിന് ന്യൂറോൺ എന്നാണ് പറയുന്നത്. ഈ ന്യൂറോണിൻ്റെ അകത്താണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ഈ ഭാഗത്തിന് സെൽ ബോഡി, ന്യൂറോൺ സെൽ ബോഡി എന്ന് പറയും. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിന് സോമ എന്നും പേരുണ്ട്. സോമ അല്ലെങ്കിൽ ന്യൂറോൺ സെൽ ബോഡി, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ആക്സോൺ. ഈ ആക്സോണിന്റെ അറ്റത്തും ഇത് കണ്ടില്ലേ, ഈ തുടക്കത്തിലെ ഈ നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഒരു സെല്ലിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തെ ഈ അറ്റത്തിന് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റിസ്. സെൽ ബോഡിയോട് ചേർന്നിരിക്കുന്ന ചെറിയ അറ്റത്തിന് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റിസ്. ഈ ഡെൻഡ്രൈറ്റിസുകളിലൂടെ വേറൊരു ന്യൂറോണിൽ സംഭവിച്ച വരുന്ന ഇലക്ട്രിക്കൽ തരംഗങ്ങളെ ഇത് ഈ സിനാപ്സ് വഴി ഈ ഭാഗത്തു കൂടി സെൽ ബോഡിയിലെത്തി ഇതിന് വീണ്ടും യാതൊരു കുഴപ്പവും പറ്റാത്ത അതേ കോൺസെൻട്രേഷനോടുകൂടി ഇത് ആക്സോണിൽ എത്തിച്ചിട്ട് ഈ ആക്സോണിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ട് അടുത്ത ന്യൂറോൺ സെല്ലിന്റെ നെറ്റ്വർക്കിലൂടെ ഈ ഡെൻഡ്രൈറ്റിസിലൂടെ ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന പരിപാടിയാണ് ഈ ന്യൂറോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ ബോഡിയിലെ എല്ലാ ന്യൂറോണും കണക്റ്റഡ് ആണ്, ഒന്നല്ലെങ്കിൽ പല രീതിയിൽ. മനസ്സിലായി? ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഈ ന്യൂറോണിന്റെ ഈ നെറ്റ്വർക്ക് കൊണ്ടാണ്. ഡെൻഡ്രൈറ്റിസിലൂടെ സെൽ ബോഡിയിലേക്ക് വന്നിട്ട് സെൽ ബോഡിയിലൂടെ ആക്സോണിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്തുകൂടി അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വിടുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ ഈ ഔട്ടർ കവറിംഗ് പറയുന്ന പേരാണ് മയാലിൻ ഷീറ്റ്. മയാലിൻ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതിവിടെ വെച്ചൊക്കെ ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോകും. മനസ്സിലായ? സന്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറാൻ പറ്റത്തില്ല. അങ്ങനെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകാതെ കറക്റ്റ് പാത്തിലൂടെ വിടുന്നതിന് വേണ്ടിയിട്ടാണ് മയാലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലൈൻ ആക്സോണിനുള്ളത്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട സംഭവം ഈ സിനാപ്സ് എന്ന് പറയുന്നതാണ്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ സിനാപ്സ് രണ്ട് ന്യൂറോണുകൾ തമ്മിൽ വലിയ കണക്ഷൻ അല്ല, ഒരു നെറ്റ്വർക്ക് പോലെ കൂടി ചേർന്നെങ്കിലും ഇതിലൂടെ നടക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതായത് സിനാപ്റ്റിക് ക്ലഫ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ വരെ ഇവിടെ നിന്നുള്ള സന്ദേശം വന്ന് ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും, ഇവിടെ നിന്ന് ഇത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായി? അങ്ങനെ സെൽ ബോഡിയിലൂടെ വന്ന് ഇങ്ങനെ പോകും. ഇതാണ് സംഭവം. നമ്മുടെ സ്വഭാവത്തിന്റെ ഒക്കെ പ്രത്യേകത തിരിക്കുന്നതിനും ഇതിന് പ്രത്യേക പങ്കുണ്ട്. അതായത് ഫയേർഡ് ടുഗദർ വയേർഡ് ടുഗദർ എന്നാണ് നമ്മുടെ ന്യൂറോ ചേഞ്ചസുകൾക്ക് പറയുന്നത്. അതായത് നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കുക, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് അതിന് പറയുന്നത്. നമ്മളൊരു ഹാബിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലൂടെയാണ്. അതായത് ഈ നെറ്റ്വർക്കിലൂടെ എന്നും ഒരു സന്ദേശം വരുക. അപ്പം ഒരേ സന്ദേശം വരുന്ന, അതായത് ഫയേർഡ് ടുഗദർ ഒരു സംഭവം നടക്കുമ്പം, ഒരു ആക്ഷൻ ബോഡിയിൽ നടക്കുമ്പം അതിനനുസരിച്ച് ഫയേർഡ് ആകുന്ന നെറ്റ്വർക്കുകൾ ഇവരെല്ലാം വീണ്ടും അതേ സന്ദേശം വന്ന് അത് വയേർഡ് ടുഗദർ, അത് ഒരുമിച്ച് കൂട്ടിച്ചേർക്കണം. അതായത് വീണ്ടും നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുക. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടായി അടുത്ത സെല്ലുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. കൂടാതെ ഈ സെല്ലുകൾ തമ്മിലുള്ള ഈ കണക്ഷൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇത് ശക്തി പ്രാപിച്ചു വരും.
ശേഷി പ്രാവർത്തിച്ചു വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ ഹാബിറ്റ്സും നമ്മുടെ സ്വഭാവങ്ങൾ രൂപവൽക്കരിക്കുന്നത്. അതായത് എന്നും രാവിലെ 5 മണിക്ക് 5 മണിക്ക് 10 പ്രാവശ്യം ചെയ്ത് കഴിയുന്ന 11ാമത്തെ ദിവസം നമ്മൾ തന്നെ ആ 5 മണിയാകുമ്പോൾ ക്ലോക്ക് ഇല്ലെങ്കിൽ ഏറ്റു വരും, ടൈം പീസ് ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റു വരും. ആ ഏറ്റു വരുന്നതിന്റെ കാരണം എന്താ? അതൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, അത് ശക്തമാണ്. എന്നും ഹാബിറ്റ് ചെയ്ത് ആ നെറ്റ്വർക്ക് ഭയങ്കര ശക്തമായി. അതാണ് ഫയർഡ് ടുഗദർ വയേർഡ് ടുഗദർ എന്ന് പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാന ഫണ്ടമെന്റൽ ആശയം എന്ന് പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടി യോജിച്ച് നെറ്റ്വർക്കുകൾ ശക്തമായി. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുകൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ്. മനസ്സിലായി? ഇതിന്റെ അകത്തുകൂടി ഇത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് ഇതിന്റെ ഈ യാത്രയ്ക്ക് പറയുന്നത്. അത് വേറൊരു കാര്യമാണ്. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന മെക്കാനിസം ഉപയോഗിച്ചാണ് ഇതിന്റെ ഈ നെറ്റ്വർക്കുകളിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവാഹം നടക്കുന്നത്. അത് വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കാരണം സൈക്യാട്രിയിൽ ഒരു മെഡിസിൻ ഉണ്ട്, SSRI എന്ന് പറയുന്നത്, സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ. അതായത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇവിടുന്ന് ഒരു സന്ദേശം വന്നു, ഇതിലം വഴി കയറി അത് ഈ ബോഡി ഇവിടെ വന്നിട്ട് ഇത് ഇതിലം വഴി കയറി ഇവിടെ എത്തി. അപ്പം ഇവിടെ നിന്ന് വന്ന സന്ദേശമാണിത്, മനസ്സിലായോ? അപ്പം ആ സന്ദേശം ഈ പ്രീ സിനാപ്റ്റിക്, ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുവാന്ന് വെച്ചു. അപ്പം ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ പുള്ളിയുടെ ഡിപ്രഷൻ ഉണ്ടാക്കാൻ കാരണം. ഇതിന്റെ കുറവാണ്, ഈ സെറോട്ടോണിന്റെ കുറവാണ്. അപ്പം ഈ പുള്ളിയുടെ ബോഡിയിൽ സെറോട്ടോണിൻ ഇവിടെ വന്ന് റിലീസായിട്ട് ഈ സെറോട്ടോണിൻ അതുപോലെ തന്നെ ബോഡിയിലേക്ക് കയറിപ്പോകും. മനസ്സിലായോ? സെല്ലിന്റെ അകത്തേക്ക് പിന്നെയും കയറിപ്പോകും. ഈ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ, അതായത് വേട് ശ്രദ്ധിച്ചോണം, റീ അപ്ടേക്ക്, അതായത് വീണ്ടും ഇവിടെ നിന്ന് തിരിച്ചെടുക്കുന്ന ഈ പരിപാടി ബോഡീനെ കൊണ്ട് നിർത്തിക്കുക. റീ അപ്ടേക്ക് ചെയ്യുന്നില്ല, ഇൻഹിബിറ്റർ ആണ്. അപ്പം എന്ത് ചെയ്യും? സെറോട്ടോണിന്റെ അളവ് ഇവിടെ കൂടും, ഈ പ്രീ സിനാപ്റ്റിക് ഏരിയയിൽ കൂടും. അപ്പൊ എന്താവും? സെറോട്ടോണിൻ എന്ന് പറയുന്നത് ആന്റി ഡിപ്രസന്റ് ആണ്, മനസ്സിലായോ? ഡിപ്രഷനെ കുറയ്ക്കുന്ന മെഡിസിനാണ്, ഡിപ്രഷനെ കുറയ്ക്കും. അപ്പം ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെറോട്ടോണിനെ ഇവിടെ തന്നെ ഈ പ്രീ സിനാപ്റ്റിക് നെർവിൽ നിർത്തും. അപ്പൊ ഇവിടെ പ്രീ സിനാപ്റ്റിക് ഏരിയയിൽ, സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ ഒരുപാട് സെറോട്ടോണിന്റെ അളവ് കൂടുന്നതനുസരിച്ച് പേഷ്യന്റിന്റെ ഡിപ്രഷൻ കുറഞ്ഞു വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.